പാക് അഫ്ഗാൻ അതിർത്തിയിൽ വലിയ സംഘർഷം രൂപപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ സൗദി അറേബ്യയുടെ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന വാർത്തകൾ പുറത്തുവരികയാണ്. കാരണം അഫ്ഗാൻ വലിയ സൈനിക വിന്യാസം പാക് അതിർത്തിയിൽ നടത്തിയിരിക്കുന്നു. പല പാക് പോസ്റ്റുകളും സൈനിക പോസ്റ്റുകളും പിടിച്ചെടുത്തു എന്ന വിവരമടക്കം പുറത്തുവരുന്നുണ്ട്. ഇതിനടക്കം നിരവധി വാർത്തകളുണ്ട്. തലക്കെട്ടുകൾ: പാക് അഫ്ഗാൻ അതിർത്തിയിൽ വൻ സൈനിക നീക്കം ആരംഭിച്ച താലിബാൻ സർക്കാർ. പാകിസ്ഥാൻ സൈന്യത്തിന്റെ 15 സുരക്ഷാ പോസ്റ്റുകൾ പിടിച്ചെടുത്തതായി അവകാശവാദം. നിരവധി സൈനികരെ വധിച്ചു. തിരിച്ചടി പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് അവകാശവാദങ്ങൾ നിഷേധിച്ച് പാകിസ്ഥാൻ സൗദി അറേബ്യയുടെ സഹായം അഭ്യർത്ഥിച്ചു. ഇസ്രായേലിലെ ചരിത്ര സന്ദർശനത്തിൽ മോദി ഒപ്പുവെച്ചത് 27 കരാറുകളിൽ. ഇന്നോവേഷൻ, സാംസ്കാരിക വിനിമയം, നിർമ്മാണം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ യുണൈറ്റഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് സിസ്റ്റം ഇസ്രായേലിൽ ഉപയോഗിക്കാനും ധാരണ. മോദിയുടെ സന്ദർശനം ആഴത്തിലുള്ള വൈകാരികത നിറഞ്ഞതെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്കയുമായുള്ള യുദ്ധഭീതി തുടരുന്നതിനിടെ ചൈനയിൽ നിന്ന് അത്യാധുനിക മിസൈൽ വാങ്ങാൻ ഇറാൻ. വാങ്ങുന്നത് സൂപ്പർസോണിക് കപ്പൽ വേധ മിസൈലായ CM-302. വിമാനവാഹിനി കപ്പലുകളെ അടക്കം തകർക്കാൻ സാധിക്കും വിധം രൂപകൽപ്പന. ഇറാൻ US സമാധാനം ഉറപ്പാക്കാനുള്ള ജനീവ ചർച്ചയിൽ പുരോഗതിയെന്ന് ഒമാൻ. സിംബാബ്വെക്കെതിരായ ഇന്ത്യൻ ജയത്തിൽ സഞ്ജുവിന്റെ പ്രകടനം നിർണായകമായോ? ഡഗ്ഔട്ടിൽ ഗംഭീർ സഞ്ജുവിനെ അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങൾ വൈറൽ. സഞ്ജുവിനെ അഭിനന്ദിച്ച് ഇർഫാൻ പഠാനും. സമാന്തര അന്വേഷണം ആരംഭിച്ച റെയിൽവേ. ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തി. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇന്ന് CPM PB യോഗം. പിണറായി വിജയനെ കൂടാതെ A വിജയരാഘവനും മത്സരിച്ചേക്കും. ജില്ലകളിൽ നിന്നുള്ള പട്ടിക നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിക്കും. RSPയിൽ തർക്കമായി ഇരവിപുരം. NK പ്രേമേന്ദ്രന്റെ മകനെ മത്സരിപ്പിക്കാനുള്ള നീക്കവുമായി ഒരു വിഭാഗം. ഇന്നലെ ചേർന്ന ജില്ലാ കൗൺസിലിലും തീരുമാനമായില്ല. ചവറയിൽ ഷിബു ബേബി ജോണും കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരും മത്സരിക്കും. കേരള സ്റ്റോറി 2 തർക്കത്തിൽ അവ്യക്തത തുടരുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് തീരുമാനമെടുക്കും. ഇന്നലെ രാത്രിയും തുടർന്ന് വാദം. വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ കാറിടിച്ച സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. മദ്യപിച്ചതിനാലെന്ന പ്രതികളുടെ മൊഴി വിശ്വസിക്കാത്ത പോലീസ്. കാറിൽ ഉണ്ടായിരുന്ന സ്ത്രീയെ കണ്ടെത്താനും ശ്രമം. പ്രതികൾ പിടിയിലായത് കൊല്ലത്ത് നിന്ന്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നടന്നാൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ വലിയ സംഘർഷം രൂപപ്പെട്ടിരിക്കുന്നു. നിരവധി പാക് ചെക്ക് പോസ്റ്റുകൾ പിടിച്ചെടുത്തു എന്ന അവകാശവാദം അഫ്ഗാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സർക്കാരാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംഘർഷമുണ്ട് അവിടെ. കഴിഞ്ഞ ആഴ്ചകളിൽ പാകിസ്ഥാൻ അഫ്ഗാന്റെ പല മേഖലകളും ആക്രമിച്ചിരുന്നു. സാധാരണക്കാരടക്കം നിരവധി ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന ആരോപണം അഫ്ഗാന്റെ ഭാഗത്തുനിന്നുണ്ടായ പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിന് തിരിച്ചടി എന്നോണമാണ് ഇന്നലെ വലിയ ആക്രമണം പാകിസ്ഥാന്റെ പ്രധാന മേഖലകളിൽ അഫ്ഗാൻ താലിബാൻ സർക്കാർ നടത്തിയത് എന്നാണ് ഇപ്പോൾ വിവരം പുറത്തുവരുന്നത്. സൈന്യത്തിന്റെ 15 സുരക്ഷാ പോസ്റ്റുകൾ തങ്ങളുടെ സൈന്യം പിടിച്ചെടുത്തതായും നിരവധി സൈനികരെ വധിച്ചതായും താലിബാൻ വക്താവ് അറിയിച്ച പശ്ചാത്തലമുണ്ട്. ചില പാകിസ്ഥാൻ സൈനികരെ ജീവനോടെ പിടികൂടിയിട്ടുണ്ട്. ഏതായാലും സംഘർഷം രൂക്ഷമാണ്. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം സൗദി അറേബ്യയുടെ സഹായം പാകിസ്ഥാൻ തേടി എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് സൗദിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്നുകിൽ സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ യുദ്ധത്തിൽ തങ്ങളെ സഹായിക്കണം എന്ന് സൗദിയോട് ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ സൗദി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായ നിരവധി സംഘർഷങ്ങളുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ അയൽ രാജ്യത്ത് നിന്നുള്ള ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളത് ഗൗരവതരമായ സാഹചര്യം തന്നെയാണ്. പ്രധാനമായും നങ്കർഹാർ, കുനാർ പ്രവിശ്യകളിലെ പാക് സൈനിക കേന്ദ്രങ്ങളാണ് താലിബാൻ ലക്ഷ്യമിടുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അനുശ്രീ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അനുശ്രീ, പാകിസ്ഥാന് വലിയ തിരിച്ചടി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. പക്ഷേ അവരത് അംഗീകരിക്കുന്നില്ല. എങ്കിൽ പോലും കാര്യങ്ങൾ അത്ര പന്തിയല്ല ആ രാജ്യത്തിന് എന്നല്ലേ വ്യക്തമാകുന്നത്?
തീർച്ചയായും രഞ്ജിത്ത്, ഇപ്പോൾ പാക് അഫ്ഗാൻ അതിർത്തിയിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്നും പാകിസ്ഥാന് ഏറ്റിരിക്കുന്നത്. കാരണം ഏകദേശം 15ഓളം സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഏകദേശം ചില സൈനികരെ ജീവനോടെ തന്നെ പിടികൂടാൻ അഫ്ഗാനിസ്ഥാന് സാധിച്ചു. അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നത്. എന്നാൽ പാകിസ്ഥാൻ ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെ. ഇത്തരത്തിൽ എത്ര പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി, ഇത്തരത്തിൽ സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായോ എന്നുള്ളതൊന്നും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ പ്രധാനമായും 2 പ്രവിശ്യകളിലേക്കാണ് അഫ്ഗാനിസ്ഥാൻ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. നങ്കർഹാർ, കുനാർ പ്രവിശ്യകളിലേക്കാണത്. അതിൽ കുനാർ പ്രവിശ്യയിലെ തന്നെ മാനാവാര, നരി ജില്ലകളിലായി ഏകദേശം 5 സൈനിക പോസ്റ്റുകളാണ് അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തിരിക്കുന്നത്. അവിടെ തന്നെ നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 40ഓളം സൈനികർ അവിടെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നങ്കർഹാർ പ്രവിശ്യയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ദുർബാബെ, ഗോൾസ്തേ ജില്ലകളിൽ ഏകദേശം 7 സൈനിക പോസ്റ്റുകൾ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ 17 പാക് സൈനികരുടെ മൃതദേഹവും കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോഴും ഇത്തരം വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോഴും ഇതൊന്നും പാകിസ്ഥാൻ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ പ്രധാനമായിട്ടും അത്യാധുനിക ലേസർ സംവിധാനം വരെ, രാത്രികാലങ്ങളിൽ ശത്രുവിന്റെ ആക്രമണം ഉണ്ടാകുമോ എന്ന് മനസ്സിലാക്കാൻ ഈ ലേസർ സംവിധാനം വരെ ഒരുക്കിക്കൊണ്ടാണ് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇത്തരം ഒരു പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ഫെബ്രുവരി 22-ാം തീയതി പാകിസ്ഥാന്റെ ഒരു വ്യോമാക്രമണം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ പ്രത്യാക്രമണം എന്നോണമാണ് ഇപ്പോൾ ഈ ആക്രമണമൊക്കെ ഉണ്ടാകുന്നത്. ഒരു യുദ്ധ സമാന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഈ 2 രാജ്യങ്ങളുടെയും അതിർത്തികൾ നിൽക്കുന്നത് ഈ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായാണ്. അന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ നിന്നും ആണ് പാകിസ്ഥാനിൽ ഈ ഇടയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളൊക്കെ നടക്കുന്നത് എന്നായിരുന്നു. ആ ഭീകരർക്കെതിരെയായിരുന്നു തങ്ങൾ ആക്രമണം അഴിച്ചുവിട്ടത് അഫ്ഗാനിസ്ഥാനിലേക്ക്. അവരെ ഇല്ലാതാക്കുക എന്നതായിരുന്നു തങ്ങളുടെ ശ്രമം എന്നായിരുന്നു ഫെബ്രുവരി 22-ാം തീയതി ഉണ്ടായ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ വിശദീകരണം. എന്നാൽ അതങ്ങനെ ആയിരുന്നില്ല. ഈ ആക്രമണത്തിൽ നിരവധി സ്ത്രീകളും കുട്ടികളും അടക്കം സാധാരണക്കാരായ ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് അഫ്ഗാനിസ്ഥാൻ നൽകുന്ന വിശദീകരണം. ഇതിലും പാകിസ്ഥാൻ ഇതുവരെ ഒരു കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇരുവരും 2 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇതിൽ, 2 തരത്തിലുള്ള വിശദീകരണങ്ങളാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ പറയുന്നത് ഭീകരവാദികളെ വധിക്കാനായിരുന്നു തങ്ങളുടെ ശ്രമമെന്നും അഫ്ഗാനിസ്ഥാൻ പറയുന്നത് അങ്ങനെയല്ല, നിരവധി സാധാരണക്കാരായ ജനങ്ങളാണ് ഇതിൽ കൊല്ലപ്പെട്ടത് എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ ഇതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും 2 അതിർത്തികളിലും യുദ്ധസമാനമായ സാഹചര്യമാണ് രഞ്ജിത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്. യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നു. പാകിസ്ഥാൻ ഈ വിഷയം പക്ഷേ ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. തങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി എന്ന കാര്യത്തിൽ ഫെബ്രുവരി 22-ന് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ സൈനിക ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ 70ഓളം ഭീകരരെ വധിച്ചുവെന്നാണ് പാക് സൈന്യം അന്ന് അവകാശപ്പെട്ടത്. എന്നാൽ കൊല്ലപ്പെട്ടതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും സാധാരണക്കാരുമാണ് എന്നുള്ള നിലപാടിലായിരുന്നു അഫ്ഗാനിസ്ഥാനിന്റെ താലിബാൻ ഭരണകൂടം എന്നുള്ളതാണ്. ശ്രീ MS വേണുഗോപാൽ, വിദേശകാര്യ വിദഗ്ധൻ, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ MS വേണുഗോപാൽ, ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം സൗദി അറേബ്യയുടെ സഹായം പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവർക്കത് നിയന്ത്രിക്കാനാവാത്ത വിധം താലിബാന്റെ കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇത് വടി കൊടുത്ത് അടി മേടിച്ചതാണ്. പാകിസ്ഥാന്റെ ഈ നീക്കങ്ങൾ പാകിസ്ഥാന് വളരെ ദോഷം ചെയ്യും. ഇപ്പോഴത്തെ നീക്കങ്ങൾ കാണിക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യയുടെ ഒരു ശാപമായിട്ടാണ്. ഈ റംസാൻ കാലത്ത്, സമാധാനത്തിന്റെ കാലത്ത് ഒരു മുസ്ലിം രാഷ്ട്രം തന്നെ ഇത്തരത്തിൽ ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നത് ലോകത്തിന് തന്നെ അതിശയമാണ്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് പാകിസ്ഥാന്റെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ക്രൈസിസ് വളരെ വലുതാണ്. അവർക്ക് മുമ്പ് യുദ്ധം നടത്തിയപ്പോഴൊക്കെ IMFന്റെ ലോണ് അല്ലെങ്കിൽ ഖത്തറിന്റെയോ സൗദിയുടെയൊക്കെ സാമ്പത്തിക സഹായം ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോഴത്തെ എക്കണോമിക് ക്രൈസിസ് പരിഹരിക്കാനുള്ള, ചില പൊളിറ്റിക്കൽ ക്രൈസിസ് പരിഹരിക്കാനുള്ള ഒരു സ്റ്റെപ്പും കൂടെയാണ് ഈ യുദ്ധം എന്നാണ് പറയുന്നത്. കാരണം അതിന് തെളിവായി പറയുന്നത് തങ്ങളാണ് വിക്ടിമെന്ന് വരുത്താൻ പാകിസ്ഥാൻ വളരെയധികം ശ്രമിക്കുന്നു. ഞങ്ങളുടെ ഒരുപാട് പട്ടാളക്കാർ നഷ്ടപ്പെട്ടു, ഞങ്ങൾക്കുണ്ടായ നഷ്ടം വളരെ വലുതാണെന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു. പാകിസ്ഥാൻ പൊതുവെ അങ്ങനെയല്ല ചെയ്യുന്നത്. പാകിസ്ഥാൻ എപ്പോഴും ഞങ്ങൾ തോറ്റിട്ടില്ല, എതിർ രാജ്യത്തിന് ഞങ്ങൾ അടിച്ച് തകർത്തു എന്നാണ് പറയാറ്. പക്ഷെ ഇവിടെ ഇപ്പോ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് പാകിസ്ഥാന്റെ ഒരു തന്ത്രമാണ്. ഈ റംസാൻ കാലത്ത് ഒരു അസമാധാനം സൃഷ്ടിച്ചുകൊണ്ട് പാകിസ്ഥാന് മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നും
ഒരുപക്ഷെ US നിന്നും IMF-ൽ നിന്നും വരെ സാമ്പത്തിക സഹായത്തിന് കൂടിയുള്ള ഒരു തന്ത്രമാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഡ്യൂറന്റ് ലൈനിന്റെ അല്ലെങ്കിൽ പ്രശ്നമൊന്നുമല്ല. അതൊക്കെ സെറ്റിൽ ചെയ്യാൻ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ ഹൈ ഹാൻഡ് ആണ് ശരിക്കും കാണിച്ചിരിക്കുന്നത്. അഫ്ഗാൻ തന്നെ ഈ സന്ദർഭത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു നവംബറിന്റെ മാസത്തിൽ ഇത്തരത്തിലൊരു അക്രമം ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ നിന്ന് വന്നത് അഫ്ഗാനിസ്ഥാനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. അഫ്ഗാൻ ജനതയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിൽ താലിബാനിലെ ഒരു സംഘവുമായി പാകിസ്ഥാൻ പാകിസ്ഥാൻ പട്ടാളത്തിനുള്ള ചില ബന്ധങ്ങളും കൂടെ തെളിഞ്ഞു വരേണ്ടതുണ്ട്. അപ്പൊ ഇതൊരു കൃത്രിമ വാറാണോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ ചില നീക്കങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും പാകിസ്ഥാൻ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം സൗദിയുടെ സഹായം തേടിയിരിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. നന്ദി ശ്രീ MS വേണുഗോപാൽ താങ്കളുടെ പ്രതികരണത്തിന്. ഏതായാലും ഈ വിഷയത്തിൽ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് മൂന്നാം ഘട്ട ചർച്ചകൾ ജനീവയിൽ നടന്നത്. US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ള മൂന്നാം ഘട്ട ചർച്ചകളായിരുന്നു അത്. ആണവ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അതീവ പ്രാധാന്യമുള്ള ഈ ചർച്ചകൾ നടന്നത്. ഒമാൻ വിദേശകാര്യമന്ത്രി ബദൽ അൽ ബുസൈദിയാണ് ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചത്. ചർച്ചകളിൽ ഇരുപക്ഷവും പുതിയതും ക്രിയാത്മകവുമായ ആശയങ്ങളോട് താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും സമാധാനത്തിലുള്ള വലിയൊരു അവസരമാണെന്നും ഒമാൻ വിദേശകാര്യമന്ത്രിയെ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. ആണവ കേന്ദ്രങ്ങൾ ഉപേക്ഷിക്കണം, യുറേനിയം സമ്പുഷ്ടീകരണം പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ ഉപരോധം ഘട്ടം ഘട്ടമായി കുറയ്ക്കാമെന്നാണ് US നിലപാട്. അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അവർ. അതേസമയം നിബന്ധനകൾ പാലിച്ചാൽ സാമ്പത്തിക സഹായവും മുന്നോട്ട് വച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ആവശ്യങ്ങൾ ഇറാൻ പൂർണ്ണമായും തള്ളുന്ന പശ്ചാത്തലമാണ് ഉണ്ടായത്. യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ പൂർണ്ണമായും നിരസിച്ചു. ആണവ പദ്ധതിയിൽ ചില വിട്ടുവീഴ്ചകൾ തയ്യാറാണ് എന്നിവർ ആവർത്തിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ടായി. ഒപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തങ്ങൾക്കെതിരെയുള്ള ഉപരോധം പിൻവലിക്കണം എന്ന ആവശ്യവും ഇറാൻ ആവർത്തിച്ചു. പക്ഷേ പൂർണ്ണമായും അമേരിക്ക ഈ വിഷയത്തിൽ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചർച്ചകൾ വിജയമാണോ പരാജയമാണോ എന്നുള്ളതാണ് നിർണായകം. ഇത് സംബന്ധിച്ച് ചില പ്രതീക്ഷകൾ മാത്രമാണ് ഒമാൻ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത ഇതിനിടയിൽ പുറത്തു വരുന്നത് അമേരിക്കയുമായുള്ള യുദ്ധഭീതി തുടരുന്നതിനിടെ ഇറാൻ ചൈനയോട് അടുക്കുന്നു എന്നുള്ളതാണ്. ചൈനയിൽ നിന്ന് അത്യാധുനിക മിസൈലാണ് ഇപ്പോൾ ഇറാൻ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. സൂപ്പർസോണിക് കപ്പൽവേധ മിസൈലായ CM-302 ഇറാൻ വാങ്ങാനായി പദ്ധതിയിടുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ മിസൈൽ വാങ്ങാനുള്ള നീക്കം ഇറാൻ ത്വരിതപ്പെടുത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ചൈനയുടെ YJ-12 മിസൈലിൻ്റെ കയറ്റുമതി പതിപ്പാണ് CM-302. വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയുള്ള വലിയ യുദ്ധക്കപ്പലുകളെ തകർക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഈ മിസൈൽ എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഇറാനെ വല്ലാത്ത തോതിൽ ശക്തിപ്പെടുത്തും. നമുക്കറിയാം അമേരിക്ക 2 പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലുകൾ അതിർത്തിയിൽ എത്തിച്ചിട്ടുണ്ട്, പശ്ചിമേഷ്യയിലുണ്ട്. ഇതിനെ അടക്കം തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ വാങ്ങുമ്പോൾ ചൈന ഏതാണ്ട് പൂർണ്ണമായും ഈ വിഷയത്തിൽ ഇറാനൊപ്പം ഉണ്ടാകും എന്നുള്ള സൂചനകൾ കൂടി നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. VV വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, പശ്ചിമേഷ്യയിൽ സംഘർഷഭരിതമായ സാഹചര്യമാണ്. ജനീവ ചർച്ച വിജയമാണോ പരാജയമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. വീണ്ടും വെല്ലുവിളികൾ മുഴക്കുകയാണ് ഇരു രാജ്യങ്ങളും. അതിനിടയിലാണ് ചൈനയുമായുള്ള നീക്കം. നമുക്കറിയാം റഷ്യയുമായി ഇറാന് ബന്ധമുണ്ട്. ചൈന കൂടി ചേരുമ്പോൾ മറ്റൊരു ശാക്തിക ചേരിയായി മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട് അല്ലേ? രഞ്ജിത്ത്, ജനീവ ചർച്ച ഇതുവരെ നമുക്ക് അത് വിജയമോ പരാജയമോ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അമേരിക്കയുടെ ചില ആവശ്യങ്ങൾക്ക് മേൽ ഒരു അനുകൂലമായ നിലപാട് ഇറാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ആണവ നിരായുധീകരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർവ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അങ്ങനെ അമേരിക്ക പറയുന്നത് പോലെ ഇറാൻ നിലപാടെടുക്കുന്നില്ല. അവിടെയാണ് ഈ യുദ്ധത്തിനുള്ള സാഹചര്യം ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. മാത്രമല്ല അമേരിക്കൻ പടക്കപ്പലുകൾ ഇറാൻ തീരത്തെത്തിയതോടുകൂടി തന്നെ റഷ്യയുമായുള്ള ബന്ധം നേരത്തെ തന്നെ ഇറാൻ ദൃഢമാക്കിയിരുന്നു. ഇതിന് പുറമെയാണ് ഇപ്പോൾ ചൈനയുമായുള്ള സൗഹൃദവും കൂടി ഊട്ടി ഉറപ്പിക്കുന്നത്. അതിൽ പ്രതിരോധ മേഖലയിൽ ചില ഇടപാടുകളിലേക്ക് കൂടി ഇപ്പോൾ പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് സൂപ്പർസോണിക് കപ്പൽവേധ മിസൈലായ CM-302 ചൈനയിൽ നിന്ന് വാങ്ങാനുള്ള ഇറാൻ്റെ പദ്ധതി. യുദ്ധകാലാടിസ്ഥാനത്തിൽ മിസൈൽ വാങ്ങാനുള്ള നീക്കമാണ് ഇറാൻ ത്വരിതപ്പെടുത്തിയിരിക്കുന്നത്. YJ-12 മിസൈലിൻ്റെ കയറ്റുമതി പതിപ്പാണ് CM-302. ഈ കപ്പലുകൾ
നമുക്കറിയാം പടക്കപ്പലുകൾ, അമേരിക്കൻ പടക്കപ്പലുകൾ ഇറാൻ തീരത്ത് തുടരുന്നുണ്ട്. ഈ കപ്പലുകളെ തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ള മിസൈലുകളാണ് ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ 2 പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലുകളെയാണ് US പശ്ചിമേഷ്യയിലേക്ക് അയച്ചിരുന്നത്. അതിപ്പോഴും തുടരുകയാണ്. ഇതിനൊപ്പം തന്നെ മറ്റ് യുദ്ധക്കപ്പലുകളുമുണ്ട്. ഈ പ്രതിസന്ധി നേരിടുന്നതിനാണ് ഈ സൂപ്പർസോണിക് മിസൈൽ വാങ്ങാനുള്ള തീരുമാനം. ഏകദേശം 290 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈല് ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ്. സമുദ്രോപരിതലത്തിനോട് ചേർന്ന് അതിവേഗത്തിൽ പറക്കുന്നതിനാൽ ഈ എതിരാളികളുടെ റഡാറുകൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇവയെ കണ്ടെത്തുകയോ തടയുകയോ ചെയ്യുന്നത് അത്യന്തം പ്രയാസകരമായ കാര്യവുമാണ്. ഇറാൻ ഈ മിസൈലുകൾ സ്വന്തമാക്കുന്നത് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കയാകട്ടെ മിഡിൽ ഈസ്റ്റിലെ അവരുടെ സൈനിക താവളങ്ങളിലും അതോടൊപ്പം തന്നെ യൂറോപ്പിലെ താവളങ്ങളിലും കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുകയാണ്. ഒരു യുദ്ധാന്തരീക്ഷം അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അതിപ്പോഴും വിട്ടൊഴിഞ്ഞിട്ടില്ല. ചർച്ചകൾക്ക് മേലുള്ള സമവായം, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായാൽ മാത്രം അത്തരത്തിൽ ഒരു സമാധാനാന്തരീക്ഷം എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ റഷ്യയോടൊപ്പം ചേർന്ന് ഇറാൻ സൈനിക അഭ്യാസങ്ങൾ നടത്തിയിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ചൈനയുമായിട്ടുള്ള ആയുധ ഇടപാടിലേക്ക് കൂടി പോകുന്നത്. രഞ്ജിത്ത്, അത് പ്രധാനപ്പെട്ട ഒന്നാണ്. വീണ്ടും ചില ശാക്തിക ചേരികൾ രൂപപ്പെടുന്നുണ്ട്. സംഘർഷമുണ്ടായാൽ അത് മറ്റു തലത്തിലേക്ക് നീക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും. റഷ്യയ്ക്കും ചൈനയ്ക്കുമൊപ്പം ഇറാൻ ചേരുമ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അത് വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതടക്കം നിരവധി വിഷയങ്ങളാണ് പശ്ചിമേഷ്യ ഫേസ് ചെയ്യുന്നത്. ഇതിനിടയിലാണ് ഇന്നലെ ചരിത്രപരമായ ഇസ്രായേൽ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയത്. ഹ്രസ്വകാല സന്ദർശനം 2 ദിവസത്തെ മാത്രമായിരുന്നുവെങ്കിൽ പോലും അതിന് ദീർഘകാല ബന്ധമാണ് എന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചതൊക്കെ, ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതൊക്കെ നമ്മൾ ഇന്നലെ കേട്ടിരുന്നു. ചരിത്രപരമായ 26 കരാറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേലുമായി ഒപ്പിട്ടു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം സാംസ്കാരിക വിനിമയം, നിർമ്മാണം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലാണ് ഈ കരാറുകൾ ഒപ്പിട്ടത്. ഒപ്പം നമ്മുടെ UPI അത് പ്രധാനമാണ്. അത് ഇസ്രായേൽ ഉപയോഗിക്കും എന്നുള്ള ഉറപ്പും ഇസ്രായേലിൽ നിന്ന് പ്രധാനമന്ത്രി വാങ്ങുകയുണ്ടായി. അത് ഏറ്റവും നിർണായകമായ ഒന്നായി മാറുകയാണ്. യുണൈറ്റഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ഇസ്രായേൽ ഉപയോഗിക്കുമെന്നുള്ളത് ഇന്ത്യയെ ആ രാജ്യം അത്രത്തോളം അംഗീകരിക്കുന്നതിൻ്റെ ഒരു തെളിവായി കൂടി പറയുന്നുണ്ട്. നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. വ്യാപാര കരാറിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ പോലെ വളരെ തന്ത്രപ്രധാനമായ സാങ്കേതികവിദ്യയിൽ ഏറെ മുന്നിലുള്ള ഒരു രാജ്യവുമായി ഇത്തരം ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇന്ത്യക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിനോദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രധാനമന്ത്രി അവിടെ എത്തുന്നു. അവിടുത്തെ സ്വീകരണമൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ചില്ലറ നേട്ടമല്ലല്ലോ ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും ഇസ്രായേലുമായുള്ള ഒരു സഹകരണം ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പോകുന്നത് വലിയ നേട്ടമാണ്. പ്രധാനമന്ത്രി 2 ദിവസത്തെ സന്ദർശനത്തിനാണ് ഇസ്രായേലിലെത്തിയത്. അദ്ദേഹം മടങ്ങിയെത്തുകയും ചെയ്തു. വളരെ ഹ്രസ്വമായ സന്ദർശനമാണെങ്കിലും അത് ചരിത്രപരമായിരുന്നു എന്ന് പറയാതെ തരമില്ല. കാരണം ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൽ അദ്ദേഹം സംസാരിക്കുകയും ഒന്നാകെ ആ പാർലമെൻറ്റിലെ അംഗങ്ങൾ കരഘോഷം മുഴക്കുകയും ചെയ്ത കാഴ്ച. മാത്രമല്ല, തീവ്രവാദത്തിനെതിരെ ഇസ്രായേൽ എടുക്കുന്ന നിലപാടിനൊപ്പമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു. നെതന്യാഹുവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിക്കൊണ്ടുള്ള പ്രസംഗത്തിൽ നെതന്യാഹു പറഞ്ഞത്, താങ്കളുടെ പ്രസംഗം കേട്ട ഓരോ ഇസ്രായേലി പൗരനും കണ്ണു നിറഞ്ഞിട്ടുണ്ട്, കാരണം കണ്ണീരണിഞ്ഞിട്ടുണ്ട്. അത്രമാത്രം അവർ അനുഭവിച്ച വേദനയാണ് നരേന്ദ്രമോദി അഡ്രസ്സ് ചെയ്തത്. തീവ്രവാദത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയും ഇസ്രായേലും ഒരുപോലെ ആ ഭീഷണി നേരിടുന്നുണ്ട്. അതിനെ തുടച്ചു നിൽക്കുന്നതിന് ഇന്ത്യ ഒപ്പം നിൽക്കുമെന്ന വാക്കുകൾ ഇസ്രായേലി പൗരന്മാർക്ക് നൽകിയിട്ടുള്ള ആത്മവിശ്വാസം ചെറുതല്ല. അതുതന്നെയാണ് അവരെ ഒരു ആനന്ദക്കണ്ണീർ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു നന്ദി പ്രകടനം എന്ന നിലയിൽ ഓരോ ഇസ്രായേലി പൗരൻ്റെയും കണ്ണു നനഞ്ഞു എന്ന നെതന്യാഹുവിൻ്റെ വാക്കുകൾ. ഇതൊരു ചെറിയ കാര്യമല്ല. നമുക്കറിയാം, അമേരിക്കയുമായുള്ള നികുതി യുദ്ധമുണ്ട്. നികുതി യുദ്ധത്തിൽ അവിടുത്തെ സുപ്രീം കോടതിയുടെ വിധി വന്നെങ്കിൽ പോലും ഇസ്രായേലിന് വലിയ സ്വാധീനമുള്ള രാജ്യമാണ് അമേരിക്ക. അവിടെ നടക്കുന്ന പല കാര്യങ്ങളിൽ ഹമാസിനെതിരെയുള്ള പോരാട്ടത്തിലൊക്കെ ഇസ്രായേലിന് അകമഴിഞ്ഞ പിന്തുണയാണ് അമേരിക്ക നൽകുന്നത്. അങ്ങനെ വിശാലാർത്ഥത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ കൈകോർക്കുന്നത് അങ്ങനെ ഒരു ചേരിക്കൊപ്പമാണ്. മറുവശത്താകട്ടെ, ഈ ഇറാൻ വിഷയത്തിൽ ചൈനയും റഷ്യയും ഇറാനൊപ്പം പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ അമേരിക്കയാണ് ഇറാന് ഭീഷണി ഉയർത്തുന്നത്. ഏതായിരുന്നാലും കാലങ്ങളായി ചേരിചേരാ നയം എന്ന നിലയിൽ എടുത്തിരുന്ന ഒരു സമീപനത്തിൽ മാറ്റം വരുത്തി ഭീകരവാദത്തിൽ അതിനെ ചെറുക്കുന്ന നിലപാടിൽ ഊന്നി ഇന്ത്യ മറ്റൊരു നിലപാട്, സ്വതന്ത്രമായ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു. അതിൽ ഒരിക്കലും പലസ്തീന് എതിരായ ഒരു നിലപാടല്ല, ഒരിക്കലും പലസ്തീനെയോ ഗസയിലെ ജനങ്ങളെയോ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള അല്ല
നമ്മുടെ രാജ്യം ആ ഒരു നിലപാട് സ്വീകരിക്കുന്നതെന്നത് വളരെ വ്യക്തമാണ്. മറിച്ച് തീവ്രവാദ ശക്തികൾ അത് ഏത് രാജ്യത്തിന് നേരെ ആയിരുന്നാലും തീവ്രവാദ പ്രവർത്തനങ്ങൾ ശരിയല്ല. അത്തരത്തിൽ ജനങ്ങളുടെ സ്വൈരജീവിതം നശിപ്പിക്കുന്ന താറുമാറാക്കുന്ന തരത്തിലുള്ള വിധ്വംസക ശക്തികളുടെ പ്രവർത്തനത്തെ ചെറുക്കാൻ ഇസ്രായേലിനൊപ്പം കൈകോർക്കുമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ 27 കരാറുകളിലേക്ക് പോവുകയാണ്. അതിൽ തന്നെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇന്നൊവേഷൻ, സാംസ്കാരികം, വിനിമയം, നിർമ്മിത ബുദ്ധി തുടങ്ങി നിരവധി വിഷയങ്ങളിൽ കരാറായിട്ടുണ്ട്. കൃഷി ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ കാർഷിക രീതി നമുക്കറിയാം. അവർ വളരെ വിദഗ്ധമായ രീതിയിലാണ് അവരുടെ കൃഷി രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ഉൾപ്പെടെയുള്ള രീതിയിൽ കരാറുകളിലേക്ക് പോകുന്നു. അത് ഇന്ത്യയിലെ കർഷകർക്ക് വലിയ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പുതിയ നൂതനമായ കൃഷി രീതികൾ ഇന്ത്യയിലേക്ക് വരുന്ന സാഹചര്യം UPA അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു സാമ്പത്തിക ഇടപാടിൻ്റെ നട്ടെല്ലായി മാറിയിട്ടുള്ള ഡിജിറ്റൽ ഇടപാട് അത് ഇസ്രായേൽ കൂടി സ്വീകരിക്കുന്നു. ആ രാജ്യത്ത് കൂടി പ്രയോജനപ്പെടുത്താനുള്ള തരത്തിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. അതും വലിയ നേട്ടമാണ് രാജ്യത്തിനുണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ സാഹചര്യം ഏതായാലും വലിയ നേട്ടങ്ങൾ രാജ്യത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശനം അവസാനിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നലെയാണ് രാജസ്ഥാനിലെ ഉദയ്പൂരിലെ ആഡംബര റിസോർട്ടിൽ രശ്മിക മന്ദാന ഒപ്പം വിജയ് ദേവരക്കൊണ്ടയുടെ വിവാഹം നടന്നത്. ഈ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം ഇവർ പുറത്തുവിട്ടു. ഇന്നലെ വൈകിയാണ് പുറത്തുവിടുന്നത്. ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറിയ പശ്ചാത്തലമുണ്ട്. വിവാഹത്തിൻ്റെ ഔട്ട്ഫിറ്റുകൾ ആന്ധ്രയുടെ പരമ്പരാഗത ആചാരപ്രകാരം നടന്ന വിവാഹത്തിൻ്റെ വസ്ത്രങ്ങൾ അത് ഡിസൈൻ ചെയ്തത് അനാമിക ഖന്നയാണ്. ധോത്തിയും അംഗവസ്ത്രവുമായിരുന്നു വരൻ്റെ ഔട്ട്ഫിറ്റ്. അതേറെ ശ്രദ്ധേയമായി. രശ്മികയാകട്ടെ ഓറഞ്ച് നിറത്തിലുള്ള സിൽക്ക് സാരിയും തിരഞ്ഞെടുത്തു. സ്വർണ്ണ നിറത്തിലുള്ള നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത സാരിയുടെ ബോർഡറിലും നിറയെ ഗോൾഡൻ വർക്കുണ്ടായിരുന്നു. പുതിയ തുടക്കത്തിൻ്റെയും സമൃദ്ധിയുടെയും അടയാളമായതിലാണ് പേസ്റ്റൽ നിറത്തിന് പകരം രശ്മിക ഓറഞ്ച് തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് പ്രധാനം. ഇതിനൊപ്പം ഗോൾഡൻ വർക്കുകളും തുന്നിച്ചേർത്ത ബ്ലൗസും അത് നിറത്തിലുള്ള ദുപ്പട്ടയും അണിഞ്ഞതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെയൊക്കെ കോടിക്കണക്കിന് ലൈക്കുകൾ, കമൻറ്റുകളും മറ്റുമാണ് ഇപ്പോൾ നിറയുന്നത്. ഏതായാലും കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയ കത്തിക്കുന്നത് രശ്മിക മന്ദാന വിജയ് ദേവരക്കൊണ്ട വിവാഹവും അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ സിംബാബ്വെക്കെതിരെ ഇന്ത്യ നിർണായകമായ വിജയം നേടിയിരുന്നു. സെമി ഫൈനൽ സാധ്യതകൾ ഇന്ത്യ ഏതാണ്ട് ഉറപ്പിച്ച ഒരു വെസ്റ്റ് ഇൻഡീസുമായി ജയിച്ചാൽ സെമിയിലേക്ക് കടക്കാം. അത് പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോയത്. അവിടെയാണ് സഞ്ജു സാംസൺ ആദ്യമായി ലോകകപ്പ് മത്സരം കളിച്ച ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. സഞ്ജു വിക്കറ്റ് കീപ്പറായും സഞ്ജു ഇന്നലെ അവതരിക്കുന്നത് കണ്ടു. ഇന്നലെ സഞ്ജു സാംസൺ എടുത്തത് 15 പന്തിൽ 24 റൺസാണ്. പക്ഷേ അത് താരതമ്യേന ചെറിയ സ്കോറാണ് എങ്കിൽ പോലും ഇന്ത്യൻ ഇന്നിങ്സിൽ ഏറെ നിർണായകമായി മാറി എന്നുള്ള പ്രശംസ സഞ്ജുവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നുണ്ട്. ഡഗ്ഔട്ടിൽ ഗൗതം ഗംഭീറും സഹപരിശീലകനും സഞ്ജുവിനെ അഭിനന്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ വൈറലായി. അത് പുറത്തു വന്നു. ഒപ്പം ഇർഫാൻ പഠാൻ വളരെ പ്രധാനപ്പെട്ട പരാമർശം സഞ്ജുവുമായി ബന്ധപ്പെട്ട് നടത്തി. കാരണം നേരത്തെയൊക്കെ ഓപ്പണിംഗ് കൂട്ടുകെട്ടായിരുന്നു ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ ഒരു പ്രധാന പ്രശ്നം. സഞ്ജുവിൻ്റെ ഇന്നലത്തെ ഇന്നിങ്സ് 24 റൺസ് ഒരു അടിത്തറ പാകി. തുടർന്ന് വന്ന അഭിഷേക് ശർമ്മ, ഫോം ഔട്ടായിരുന്ന അഭിഷേക് ശർമ്മയ്ക്ക് പെട്ടെന്ന് ട്രാക്കിലേക്ക് വരാൻ സാധിച്ചു. പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാർക്കൊക്കെ സഹായകരമായി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. വലിയ ദീർഘമായ ഇന്നിങ്സ് ആയിരുന്നില്ല എങ്കിൽ പോലും സഞ്ജുവിന് വലിയ അഭിനന്ദനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഹരി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, സഞ്ജുവിന് അവസരം കൊടുത്തപ്പോൾ അത് കൃത്യമായി മുതലാക്കാൻ സഞ്ജുവിന് സാധിച്ചില്ല എന്നുള്ളത് ശരിയാണ്. കാരണം ഒരു 50-ലേക്കൊക്കെ സഞ്ജു എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. തകർപ്പൻ തുടക്കമായിരുന്നു സഞ്ജുവിൻ്റെത്. പക്ഷേ എപ്പോഴും സംഭവിക്കുന്നത് പോലെ വളരെ പെട്ടെന്ന് പുറത്തായി. പക്ഷേ ആ 24 റൺസിന് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ് ടീം. മറുപടി പറയുന്നതിന് മുമ്പ് നമ്മൾ ഇന്നലെ ഇതേ സമയത്ത് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതായത് ഓപ്പണിംഗിൽ സഞ്ജു ഇറങ്ങി ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ട് കൊടുക്കുക. ടീം മാനേജ്മെന്റിന്റെ പക്ഷത്ത് നിന്ന്, ഗൗതം ഗംഭീറിന്റെ പക്ഷത്ത് നിന്ന്, സൂര്യകുമാർ യാദവിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും അവർ സഞ്ജുവിന് കൊടുത്തിരിക്കുന്നത് ഒരേ ഒരു ലക്ഷ്യമാണ്: ഇന്ത്യയെ ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ടിലേക്ക് കൊണ്ടുപോകാം. കാരണം ഓപ്പണിംഗ് പാർട്ണർഷിപ്പിൽ 9 റൺസ് ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഇന്ത്യക്ക് ഈ T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ണർഷിപ്പിന്റെ ഹയസ്റ്റ് റൺസ് 9 റണ്ണാണ് സഞ്ജു ഇല്ലാത്ത മത്സരത്തിൽ. ഇപ്പൊ നമീബിയക്കെതിരെ മാത്രമാണ് കുറച്ചെങ്കിലും ഉള്ളത്. അപ്പോ സഞ്ജുവിന് കൊടുത്തിരിക്കുന്ന ഒരേ ഒരു ലക്ഷ്യം, 50 അടിക്കണ്ട, 100 അടിക്കണ്ട, ഈ ടീമിനെ ഒരു നല്ല ഫ്ലൈയിങ് സ്റ്റാർട്ടിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. സഞ്ജു കൃത്യമായി അത് ചെയ്യുന്നു. 48 റൺസ് ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ണർഷിപ്പ് ഇന്ത്യ എടുക്കുന്നു. സഞ്ജു ഔട്ട് ആവുന്നു, ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരികെ പോകുന്നു. ഗൗതം ഗംഭീറുമായി ഹൈഫൈ, മോണെ മോഡ്കലുമായി ഹൈഫൈ, ടീമിന്റെ ബാറ്റിംഗ് കോച്ചായിട്ട് കോട്ടക്കുമായിട്ട് ഹൈഫൈ. വളരെ സന്തോഷത്തോടെ, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുന്നതാണ് നമ്മൾ പിന്നീട് സഞ്ജുവിനെ കാണുന്നത്.
വാട്ട് ഡസ് ദാറ്റ് മീൻ? സഞ്ജുവിന് കൊടുത്തിരിക്കുന്ന റോള് സഞ്ജു കൃത്യമായി ചെയ്തിട്ടാണ് പോയത്. 15 പന്തിൽ നിന്നും 24 റൺസ് എടുത്തിട്ട് സഞ്ജു തിരിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ ക്യാമ്പ് ഹാപ്പിയാണ്. കാരണം സഞ്ജുവിൽ നിന്ന് വ്യക്തിപരമായിട്ട് നമ്മൾ ഒരു 50-100 ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ടീമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും സഞ്ജു ചെയ്യാവുന്ന 100% എന്താണോ അത് കമ്മിറ്റ് ചെയ്തിട്ട് സഞ്ജു സാംസൺ തിരിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ടുണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണ്? അത് കഴിഞ്ഞിട്ട് വന്ന ഇഷാൻ കിഷൻ വളരെ സെറ്റിൽഡ് ആയിട്ട് കളിച്ചപ്പോൾ മറുഭാഗത്ത് നിന്ന് അഭിഷേക് ശർമ്മ അടിച്ചു കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന സൂര്യകുമാർ യാദവ് ഫസ്റ്റ് ബോൾ തൊട്ടുള്ള ഇന്ത്യൻ വ്യക്തമാക്കി. 13 പന്തിൽ നിന്ന് 33 റൺസ്. അത് കഴിഞ്ഞ് ഹാർദിക് പാണ്ഡ്യ ഇറങ്ങി അർദ്ധ സെഞ്ചുറി അടിക്കുന്നു. അത് കഴിഞ്ഞിറങ്ങിയ തിലക് വർമ്മ ജെം ഓഫ് ഇന്നിംഗ്സ് കളിക്കുന്നു. ഈ T20 ലോകകപ്പിൽ തിലക് വർമ്മ ഇതുപോലൊരു മാജിക്കൽ ഇന്നിംഗ്സ് കളിക്കുന്നു സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ കാണിക്കുന്നു. അതായത് സഞ്ജു ഓപ്പണിംഗ് ഇറങ്ങിയതോടുകൂടി എല്ലാവരുടെയും പൊസിഷൻ വ്യക്തമായി. എല്ലാവരും അവരവരുടെ റോള് കളിച്ചു. എല്ലാവരുടെയും സ്ട്രൈക്ക് റേറ്റ് 150 മുതൽ 275 വരെ നിൽക്കുന്നു. ഏറ്റവും കുറവ് സ്ട്രൈക്ക് റേറ്റ് സഞ്ജു സാംസണാണ്. ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് സൂര്യകുമാർ യാദവിനാണ്. എല്ലാവരും ഫ്ലവർ. നമ്മൾ ആ സ്കോർ കാർഡ് കാണുമ്പോൾ ഇന്ത്യയുടെ ഒരു ബാറ്റർ പോലും മോശമായിട്ട് കളിച്ചിട്ടില്ല. എല്ലാവരും ഗംഭീരമായി കളിച്ചിരിക്കുന്നു. അത് ഒരു സ്വപ്ന സ്കോർ കാർഡാണ്. നമ്മൾ സ്വപ്നമായ കിരാശേരി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു ബാറ്റിംഗ് സ്കോർ കാർഡാണിത്. സോ സഞ്ജു ഫെയിലായെന്ന് വാദിക്കാൻ ഞാൻ തയ്യാറല്ല. എന്താണോ ടീമിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടീം എന്താണോ സഞ്ജുവിന് കൊടുത്തിരിക്കുന്ന ദൗത്യം, അത് 100% ഡെലിവർ ചെയ്തിട്ടാണ് സഞ്ജു തിരിച്ച് ഡക്കൗട്ടിലേക്ക് പോയത്. അതുകൊണ്ടാണ് മാനേജ്മെന്റ് റെഡി ആയത്. എഴുതി വെച്ച് തരാം, വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ ഒരു ചേഞ്ച് പോലും ഇന്ത്യ നടത്തൂല. കാരണം ഇന്ത്യ കാത്തിരുന്ന വിന്നിംഗ് കോമ്പിനേഷനേക്കാൾ ഉപരി ഒരു സെറ്റ് 11 എന്തായിരുന്നോ അവർക്ക് വേണ്ടത്. കൊൽക്കത്തയിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. എന്താണോ പ്ലേയിങ് 11 അവർക്ക് വേണ്ടത് അത് കൃത്യമായിട്ട് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ എന്തുകൊണ്ട് 72 റൺസിന് പരാജയപ്പെടാൻ കാരണം ഒരുപക്ഷെ കുറച്ചുകൂടെ വലിയ മാർജിൽ ജയിച്ചേനെ. ശിവം ദുബൈക്ക് അനാവശ്യമായിട്ട് ആ 2 ഓവർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഹാർദിക് പാണ്ഡ്യയ്ക്കും ബുംറയ്ക്കും ഒക്കെ ഓരോ ഓവർ ഉണ്ടായിരുന്നു. പക്ഷെ കളി ജയിച്ചത് കൊണ്ട് തന്നെ ശിവം ദുബൈ ചിലപ്പോൾ ഹാൻഡി ആകാമെന്ന് കരുതി 2 ഓവർ 46 റൺസ് വഴങ്ങി. അത് മാത്രമാണ് ആ മാർജിനിലുണ്ടായ ഡിഫറൻസ്. അല്ലെങ്കിൽ നമ്മൾ ഈസിലി ഒരു 90 മുകളിലോ അല്ലെങ്കിൽ 100 റൺസിന് മുകളിലോ ഒക്കെ നമ്മൾ ജയിച്ചേനെ. ബട്ട് അത് വിട്ടേക്ക്. പക്ഷെ എന്നാൽ പോലും ഇന്ത്യ ആഗ്രഹിച്ചിരുന്ന ആ പ്ലേയിങ് 11 ഉണ്ടല്ലോ അത് ഇന്ത്യക്ക് കിട്ടി. അതുകൊണ്ട് സഞ്ജു ഇനി വെസ്റ്റ് ഇൻഡീസിനെതിരെ തന്നെ കളിക്കും, ഒരു തർക്കവുമില്ല. തുടർന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതിലും കളിച്ചിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ക്രിക്കറ്റ് നിരീക്ഷകൻ അജിത് കുമാർ, സഞ്ജുവിൻ്റെത് ദീർഘമായ ഇന്നിങ്സ് ആയിരുന്നില്ല. പക്ഷെ ദീർഘമായ ഇന്നിങ്സ് കളിച്ച ആളുകളൊക്കെ പുറകെ വന്നു. നേരത്തെ പറഞ്ഞതുപോലെ 50 അടിച്ച ആളുകളൊക്കെ പുറകെ വന്നു. സഞ്ജുവിന് 50 ഒക്കെ ഒരുപാട് മാച്ചായി ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. പക്ഷേ ആ ഇന്നിങ്സിന് ഇന്ത്യൻ ടീമിനെ ഒന്ന് സെറ്റാക്കുന്നതിൽ വലിയ കരുത്ത് പകരാൻ സാധിച്ചു എന്നുള്ളതാണല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു സ്റ്റാർട്ട്. നമുക്ക് ഏറ്റവും അത്യാവശ്യം നല്ലൊരു സ്റ്റാർട്ടാണ്. അതാണ് നമുക്ക് കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നും കിട്ടാണ്ടിരുന്നത്. നമ്മൾ എടുത്തു നോക്കിയാൽ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും വലിയ പാർട്ട്ണർഷിപ്പ്, ഫസ്റ്റ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് ഇതാണ്. ആദ്യമായിട്ടാണ്. കാരണം അഭിഷേകും സഞ്ജുവും വന്നപ്പോഴാണ് കൃത്യമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് എന്നൊരു നിലയിലേക്ക് നമ്മൾ എത്തിയത്. ഏറ്റവും വിഷമം നമ്മൾ സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള കളി. സൗത്ത് ആഫ്രിക്കയിലെ മത്സരം നമ്മൾ ഇതുപോലൊരു നല്ലൊരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ സൗത്ത് ആഫ്രിക്ക 187 ഇന്ത്യയെ സംബന്ധിച്ചോളം വലിയൊരു സ്കോർ ആയിരുന്നില്ല. പക്ഷെ അത് എത്താനുള്ള അവസരത്തിന് മുമ്പ് തന്നെ ആദ്യത്തെ 3 ബാറ്റ്സ്മാൻ ഔട്ടായി. ഇഷാൻ ശ്രീധർ ഔട്ടായില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു ആ ഒരു അവസ്ഥ ഇന്നലെയും ഉണ്ടായിരുന്നെങ്കിൽ കാര്യം മാറിയതേ. അവിടെയാണ് സഞ്ജുവിന്റെ ഇമ്പോർട്ടൻസും സഞ്ജുവിന്റെ ഇന്നിങ്സിന്റെ ആ ഒരു ഒരു കൃത്യത എന്താ പറയുക, കൃത്യ സമയത്ത് വന്നു. മാത്രം നല്ല കോൺഫിഡന്റ് ആയിരിക്കും. വളരെ വിഷമം തോന്നി. കാരണം ഇന്നലെ കളിക്കണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സഞ്ജുവിന്റെ ഒരു നല്ലൊരു സ്കോർ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. കാര്യം അദ്ദേഹം മീഡിയേറ്ററിലുള്ള ഒരു ഇന്നിങ്സ് ഉണ്ടായിരുന്നെങ്കിലും അതൊരു കൺവിൻസിങ് ആയിരുന്നില്ല. അദ്ദേഹത്തെ ഓഫ് ന്യൂസ് ആയിട്ടുള്ള ഇന്നിങ്സ് അതൊരു കൺവിൻസിങ് ആയിരുന്നില്ല. അവര് വളരെ ഈസി ആയിട്ട് അദ്ദേഹത്തെ ഔട്ടാക്കുകയും ചെയ്തു. കൃത്യമായിട്ട് എന്താണ് പുള്ളിയുടെ ഫീലിംഗ് ആ സക്സസ് ഫീൽഡറിനെയും വെച്ച് ഔട്ടായി. പക്ഷെ ഇന്നലെ അങ്ങനെയില്ല. അതൊക്കെ വളരെ ഈസി ആയിട്ട് ഓവർകം ചെയ്ത് നന്നായിട്ട് കോൺഫിഡന്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സഞ്ജു. ഇന്നത്തെ ആ കോൺഫിഡൻസ് ആണ് എല്ലാവർക്കും സന്തോഷമായത്. ആ ഒരു കോൺഫിഡൻസ് ഇന്ത്യൻ ടീമിന് മുഴുവൻ കിട്ടി. അതാണ് പുള്ളി വന്ന ഉടനെ ഗൗതം ഗംഭീർ പ്രത്യേകിച്ച് പുള്ളി അഭിനന്ദിക്കുന്നത് നമുക്ക് കാണുകയും ചെയ്തല്ലോ. കാരണം ഒരു 50 റൺസ് നേടിയത് 50 റൺസിന്റെ ഫസ്റ്റ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ആ ടീമിന് തന്നെ ഒരു ഭയങ്കര മൊറാൽ ബൂസ്റ്ററായി. മനസ്സിലാക്കുന്നത് നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു സഞ്ജുവിൻ്റെത്. ശരി, നന്ദി ശ്രീ അജിത് കുമാർ താങ്കളുടെ പ്രതികരണത്തിന്. ഏതായാലും സഞ്ജു ഇനിയുള്ള മത്സരങ്ങളും കളിക്കും. ഹരി പറഞ്ഞതുപോലെ വെസ്റ്റ് ഇൻഡീസിനെതിരെ മത്സരിക്കും. സെമിയിൽ കടന്നാൽ ആ മത്സരം കളിക്കും, ഫൈനലിൽ കടന്നാൽ അതിലുമുണ്ടാകും. അങ്ങനെ തൻ്റെ ടീമിലെ സ്ഥാനം ഏതാണ്ട് ഉറപ്പിക്കുന്ന മട്ടിലുള്ള ഇന്നിങ്സ് കളിക്കാൻ സഞ്ജുവിൻ്റെ 24 റൺസിനായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അത് സച്ചിൻ തെണ്ടുൽക്കറിന്റെ മകനുമായി ബന്ധപ്പെട്ടാണ്. അർജുൻ തെണ്ടുൽക്കർ വിവാഹിതനാവുകയാണ് എന്നാണ് ഏറ്റവും പുതിയ വിവരം. സാനിക ചന്തോക്കാണ് വധു. 2026 മാർച്ച് 5-നായിരിക്കും വിവാഹ ചടങ്ങുകൾ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു തുടങ്ങിയ ഉന്നത വ്യക്തികളെ സച്ചിൻ കഴിഞ്ഞ ദിവസം ക്ഷണിച്ചു. മുംബൈ ഇന്ത്യൻസ് പങ്കുവച്ച ഒരു വീഡിയോയിൽ സച്ചിൻ തൻ്റെ മകൻ്റെ വിവാഹത്തെക്കുറിച്ച് പറയുന്നത് പ്രധാനമായും അവർ കൊടുത്തിട്ടുണ്ട്. കാരണം മുംബൈ ഇന്ത്യൻസും സച്ചിൻ്റെ മകന് അർജുൻ തെണ്ടുൽക്കറിന് ആശംസകൾ നേർന്നുകൊണ്ടാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2026 മാർച്ച് 3-ന് ആരംഭിക്കുമെന്നും പ്രധാന ചടങ്ങ് മാർച്ച് 5-ന് നടക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും വലിയ ആഘോഷമായി ഈ വിവാഹ ചടങ്ങ് നടത്താൻ തന്നെയാണ് സച്ചിൻ്റെ കുടുംബാംഗങ്ങളുടെ തീരുമാനം. നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഒരു ബിസിനസ് കുടുംബത്തിലെ വധുവാണ്. പ്രശസ്ത ഐസ്ക്രീം ബ്രാൻഡായ ബ്രൂക്ലിൻ ക്രീമറിയുടെ ഉടമസ്ഥരാണ് അർജുൻ തെണ്ടുൽക്കറിൻ്റെ വധു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സാനിയ ചന്തോക്ക് മുംബൈ ആസ്ഥാനമായുള്ള മിസ്റ്റർ പോസ്പ ആൻഡ് സ്റ്റോർ പാർട്ട്ണറാണ്. ഇന്ത്യക്ക് പുറമെ മിഡിൽ ഈസ്റ്റിലടക്കം നിരവധി ബിസിനസ്സുകൾ ചെയ്യുന്ന ഐസ്ക്രീം കമ്പനികളൊക്കെയുള്ള ഒരു ബിസിനസ് കുടുംബത്തിലെ അംഗം കൂടിയാണ് സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ മകൻ്റെ വധു. ഇടവേള. ഒരു വാർത്തയിലേക്ക്. ശബരിമലയിലെ പടിപൂജ ബുക്കിംഗിലും ക്രമക്കേട്. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ കടുത്ത നടപടി സ്വീകരിച്ച ഹൈക്കോടതി പടിപൂജ ബുക്കിംഗിന്റെ എല്ലാ രേഖകളും പിടിച്ചെടുക്കാൻ കോടതി നിർദ്ദേശിച്ചു. ചീഫ് വിജിലൻസ് ഓഫീസർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പടിപൂജ ബുക്ക് ചെയ്ത് വ്യാജ മേൽവിലാസങ്ങളിലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ആജ്ഞ, വലിയ ക്രമക്കേടാണ് ഈ ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വന്നത്. ഇപ്പോൾ പൂജയുമായി ബന്ധപ്പെട്ടും ക്രമക്കേട് നടന്നു എന്ന് പറയുമ്പോൾ കോടതിക്ക് വടിയെടുക്കാതെ നിവൃത്തിയില്ല. രഞ്ജിത്ത്, ശരിക്കും 18-ാം പടിയിൽ പുഷ്പാഭിഷേകത്തിന് ശേഷം പൂജ ചെയ്യുന്നതാണ് ഈ പടിപൂജ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരിക്കും പൂക്കളും പട്ടുമൊക്കെ ഉപയോഗിച്ചിട്ട് ദീപാരാധന കഴിഞ്ഞ ശേഷം മേൽശാന്തിയുടെ സാന്നിധ്യത്തിൽ തന്ത്രിയുടെ നേതൃത്വത്തിലാണ് പടിപൂജ ചെയ്യേണ്ടത്. ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ പടിയിലും ദീപം തെളിയിക്കുകയും തന്ത്രിയുടെ ആരതിയോട് കൂടിയാണ് ഇത് അവസാനിക്കുന്നത്. എല്ലാ മാസവും പടിപൂജയുടെ ഭാഗമായിട്ട് മാസപൂജയുടെ ഭാഗമായിട്ട് 5 പടിപൂജ നടത്തുന്നുണ്ട്. നിലവിൽ 2045 വരെ പടിപൂജയുടെ ബുക്കിംഗ് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. അതേസമയം വ്യാജ ബുക്കിംഗിന്റെ ഇതിൽ വ്യാജ അഡ്രസ്സുകളിലാണ് പടിപൂജകൾ ബുക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. സ്വമേധയാ കോടതി ഹർജി സ്വീകരിച്ചിട്ടുണ്ട്. പടിപൂജ ബുക്കിംഗിന്റെ എല്ലാ രേഖകളും പിടിച്ചെടുക്കാനാണ് നിർദ്ദേശം. രേഖകൾ മുദ്രവെച്ച കവറിൽ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. ചീഫ് വിജിലൻസ് ഓഫീസർക്ക് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പടിപൂജ ബുക്ക് ചെയ്ത് വ്യാജ മേൽവിലാസങ്ങളിലാണെന്നാണ് കണ്ടെത്തൽ. അതുപോലെ ക്രമക്കേട് കണ്ടെത്തിയത് ചീഫ് വിജിലൻസ് ഓഫീസറുടെ അന്വേഷണത്തിൽ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ ബുക്കിംഗ് മറിച്ച് വിൽക്കുന്നു എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. പടിപൂജ ബുക്ക് ചെയ്ത ശേഷം ആ ബുക്കിംഗ് മറിച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ബുക്കിംഗ് മറ്റൊരാൾക്ക് കൈമാറുന്നത് നിയമവിരുദ്ധമാണ്. അതുപോലെ പകരം അതായത് വേറൊരാളുടെ അഡ്രസ്സിൽ പടിപൂജ അനുവദിക്കില്ലെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ അതുപോലെ വിശ്വാസ്യതയിൽ തന്നെ ആശങ്കയുണ്ട് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് കൃത്യമായ സംവിധാനം ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഇത് പടിപൂജയ്ക്ക് വേണ്ടിയുള്ള സംവിധാനമുണ്ട്, അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അടുത്ത 1 വർഷത്തെ പടിപൂജയുടെ ബുക്കിംഗ് പ്രസിദ്ധീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മുദ്രവെച്ച കവറിൽ ഇതുവരെയുള്ള ബുക്കിംഗിന്റെ ഡീറ്റെയിൽസ് കോടതിയിൽ ഹാജരാക്കാനും നിർദ്ദേശമുണ്ട്. രഞ്ജിത്ത്, ശരി. ശബരിമലയിലെ കൊടിമര നിർമ്മാണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം മോഹൻലാലിൻ്റെ മൊഴിയെടുത്തു. നടൻ ദിലീപിൻ്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊടിമര നിർമ്മാണത്തിന് സ്വർണം നൽകിയെന്ന് മോഹൻലാൽ മൊഴി നൽകി. കൈമാറിയത് 2 പവൻ സ്വർണ്ണമാണ്. സ്വർണം നൽകുന്നതിന് അവസരമുണ്ടെന്ന് അറിയിച്ചത് സുരേഷ് ഗോപി എന്നും പറഞ്ഞു. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ഡാൻ, നേരത്തെ സുരേഷ് ഗോപി ഇത് പറഞ്ഞിരുന്നു, മോഹൻലാൽ അടക്കമുള്ളവർ സ്വർണം നൽകിയിട്ടുണ്ട് എന്ന്. ഇപ്പോൾ ഈ ഇതിലും ഒരു ക്രമക്കേടുണ്ടായിട്ടുണ്ട് എന്നാണോ? ഏത് തരത്തിലുള്ള മൊഴിയെടുപ്പാണ് ഇപ്പോൾ നടന്നത്? ശബരിമലയിലെ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകൾ ഉണ്ടായിട്ടുണ്ടോ, സുതാര്യതയില്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി വിജിലൻസിന്റെ പ്രത്യേക സംഘം നടത്തുന്ന പരിശോധന പൂർത്തിയാക്കുന്നതിന് മുന്നോടിയായാണ് ചലച്ചിത്ര താരങ്ങളായ മോഹൻലാലിന്റെയും
ദിലീപിന്റെയും മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോഹൻലാൽ തന്റെ സുഹൃത്ത് മുഖേനയാണ് 2 പവൻ സ്വർണം ഈ കൊടിമര നിർമ്മാണത്തിനായി നൽകിയതെന്ന മൊഴി നൽകിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സുരേഷ് ഗോപിയാണ് തന്നോട് ഇങ്ങനെ ഒരു അവസരമുണ്ട്, സ്വർണം കൊടിമരത്തിനായി സംഭാവന നൽകാൻ ഒരു അവസരമുണ്ടോ എന്ന കാര്യം സുരേഷ് ഗോപിയാണ് തന്നെ അറിയിച്ചതെന്നും മോഹൻലാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ സുഹൃത്ത് മുഖേനയാണ് ഈ സ്വർണം 2 പവന്റെ സ്വർണം കൊടുത്തുവിട്ടതെന്നും അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്. ദിലീപും സമാനമായ തരത്തിൽ കൊടിമര നിർമ്മാണത്തിനായി സ്വർണം കൈമാറിയിട്ടുണ്ട് എന്ന് കൊച്ചിയിൽ വെച്ച് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായാണ് വിവരം. ആകെ 27 പേരിൽ നിന്നായാണ് ഇത്തരത്തിൽ സ്വർണം സംഭാവനയായി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് നിലവിലെ അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അന്വേഷണം ഈ ഒരാഴ്ചക്കകത്ത് പൂർത്തിയാക്കി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. മുൻ DGPയും തിരുവനന്തപുരം നഗരസഭാ കൗൺസിലറുമായ ആർ ശ്രീലേഖ നിയമക്കുരുക്കിൽ. കിളിരൂർ കവിയൂർ പീഡന കേസുകളെ പരാമർശിച്ചുകൊണ്ട് യൂട്യൂബിൽ ചെയ്ത എപ്പിസോഡിൽ ഇരകളെ തിരിച്ചറിയും വിധം മാതാപിതാക്കളുടെ അടക്കം പേര് വെളിപ്പെടുത്തിയെന്നാണ് കേസ്. 2022 ഓഗസ്റ്റ് 14 ഈ വീഡിയോ സംപ്രേഷണം ചെയ്തിരിക്കുന്നത്. പോക്സോ വകുപ്പ് ചുമത്തി മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുണ്ടായതാണ് ഏറ്റവും പുതിയ വിവരം. ഡാൻ കുരുണ്ട്. ഡാൻ, ഇതിപ്പോൾ ആരുടെ പരാതിയാണ്? നേരത്തെ വളരെ മുൻപ് നടന്ന ഒരു സംഭവമാണ് എന്നാണ് മനസ്സിലാകുന്നത്. അത് ഇപ്പോൾ ഒരു പരാതിയുമായി രംഗത്ത് വരുന്ന പശ്ചാത്തലം എന്താണ് ഇവർക്കെതിരെയുള്ള കേസ്? 2022 പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണല്ലോ. ആർ ശ്രീലേഖ BJPയുടെ സ്ഥാനാർത്ഥിയായി വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിച്ചേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഒരു നിയമക്കുരുക്കിൽ ശ്രീലേഖ ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത്. അതായത് 4 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2022 ഓഗസ്റ്റ് 14 തന്റെ സസ്നേഹം ശ്രീലേഖ എന്ന യൂട്യൂബ് പേജിലൂടെ അവർ 80ാമത്തെ എപ്പിസോഡിൽ സംപ്രേഷണം ചെയ്ത കിളിയൂർ കവിയൂർ കേസുകളെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയിൽ ഈ ഇരകളുടെ മാതാപിതാക്കളെ കുറിച്ചടക്കം പരാമർശിക്കുന്നുണ്ട്. അതായത് ഇരകൾ ആരൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലാണ് ഈ പരാമർശങ്ങൾ ആർ ശ്രീലേഖയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മ്യൂസിയം പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിലാണ് ഇത്തരത്തിൽ അവർക്കെതിരെ പോക്സോ ഈ കേസുമായി ബന്ധപ്പെട്ട മ്യൂസിയം പോലീസ് ചുമത്തിയിരിക്കുന്നത്. മ്യൂസിയം CI ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കേസെടുക്കാൻ ഇടയായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. പരാതിക്കാരന്റെ പേര് ഇവിടെ പരാമർശിക്കുന്നുണ്ടെങ്കിലും അത് ഏതെങ്കിലും തരത്തിൽ ഈ ഇരകളുമായി ബന്ധമുള്ള ആളാണെങ്കിൽ നമ്മൾ ആ പേര് പറയുന്നതിൽ നമുക്കും നിയമപരമായ ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് ആ പേര് നമുക്കിപ്പോൾ പരാമർശിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഒരു കൃത്യമായി മ്യൂസിയം പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടന്റും അതിന്റെ യൂട്യൂബ് ലിങ്കും അതോടൊപ്പം ഇത് സംപ്രേഷണം ചെയ്ത തീയതിയും അടക്കം കാണിച്ചുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. തുടർന്ന് വൈകാതെ തന്നെ ഇതിൽ ആർ ശ്രീലേഖയുടെ മൊഴി മ്യൂസിയം പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് സൂചന. ശരി. KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ വിട്ടു. പുലർച്ചെ 4 മണിക്ക് ആണ് മന്ത്രി ആശുപത്രിയിൽ വിട്ടത്. സ്വന്തം വാഹനത്തിലാണ് മന്ത്രി തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടും. റെയിൽവേ സ്റ്റേഷനിലെ ക്യാമറ ദൃശ്യങ്ങൾ അന്വേഷണ സംഘം RPF-നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം മന്ത്രിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം ഇന്ന് വീണ്ടും അനുമതി തേടും. KV ബൈജുവും VV വിനോദമുണ്ട്. ബൈജു, ഇന്നലെ രാത്രി ഒരു മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് മന്ത്രി ഡിസ്ചാർജ് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി ഔദ്യോഗിക വാഹനത്തിലാണ് മന്ത്രി പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്തനംതിട്ടയുടെ അവരുടെ വസതിയിൽ കൂടി പോയതിനു ശേഷമായിരിക്കും തിരുവനന്തപുരത്ത് എത്തുക എന്നാണ്. ഏതായാലും ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ഓൺലൈനിലാണ് ഇത്തരത്തിൽ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നത്. അതിനുശേഷം മന്ത്രിക്ക് ഡിസ്ചാർജ് വേണമെങ്കിൽ ചെയ്യാം എന്ന തരത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയായിരുന്നു. മാത്രമല്ല, മന്ത്രിയുടെയും അതുപോലെ തന്നെ കുടുംബത്തിന്റെയും വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. ഡിസ്ചാർജ് വേണം എന്നതിന് തുടർ ചികിത്സ ആവശ്യമാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രി തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകാനാണ് സാധ്യത. അവിടെ 3-4 ദിവസം തുടർ ചികിത്സ വേണ്ടിവരുമെന്നാണ് പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും പുലർച്ചെ 4 മണിക്ക് തന്നെ മന്ത്രി ഇത്തരത്തിൽ അവിടെ നിന്നും പുറപ്പെട്ടത് അത് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് ഇപ്പോൾ. കാരണം KSU ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നത് മന്ത്രി അത്തരത്തിൽ സുഖവാസത്തിന് പരിയാരം മെഡിക്കൽ കോളേജിൽ പോയതാണെന്ന തരത്തിലൊക്കെ വലിയ തോതിലുള്ള ആക്ഷേപമൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ നേഴ്സും ഒത്ത് ഒരു ഫോട്ടോ പുറത്തുവിട്ട ഒരു
സംഭവം അതിലും വലിയ ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നേഴ്സിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. അത് ഇത്ര ക്രൂരത പാടില്ല തന്നോട് എന്നും മന്ത്രിയോടുള്ള അടുപ്പം കൊണ്ടും മാത്രമല്ല മന്ത്രി വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു, അവരെ സന്തോഷത്തിലാക്കാനാണ് അത്തരത്തിലുള്ള ഫോട്ടോകളൊക്കെ എടുത്തെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പൊക്കെ വന്നൊരു സാഹചര്യം കൂടിയിട്ട് ഏതായാലും ഈ മന്ത്രി വീണ ജോർജിനെ പ്രതിഷേധവും അതിനെ തുടർന്നുണ്ടായ അക്രമവും അറസ്റ്റും ഒക്കെ ശേഷം വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് തന്നെ പറയണം. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ CCTV ദൃശ്യങ്ങളാണ്. അത് റെയിൽവേ പോലീസ് ഇപ്പോൾ ശേഖരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ആ ദൃശ്യം ഇവർ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കോടതി മുഖാന്തരം ഷീൽഡ് കവറിൽ വാങ്ങാനാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ആ ദൃശ്യങ്ങൾ പുറത്തു പോകാതിരിക്കാനായിരിക്കാം അത്തരം തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അത്തരത്തിലുള്ള നീക്കങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതുവരെ മന്ത്രിയെ നേരിട്ട് ആക്രമിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ വളരെ നിർണായകമായിരിക്കും ഈ റെയിൽവേ സ്റ്റേഷനിലുള്ള CCTVയിലെ ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങൾ ഷീൽഡ് കവറിൽ വാങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് കോടതി മുഖാന്തരം തന്നെ കൈമാറാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ആ ദൃശ്യങ്ങൾ കൂടി വരുന്നതോടെ ഇതിൽ കൃത്യമായൊരു വ്യക്തത വരും. എന്തായാലും 5 KSU പ്രവർത്തകരാണ്, ജില്ലാ പ്രസിഡന്റ്, KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേരെയാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഇന്ന് ജാമ്യ ഹർജി ഇന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഇന്ന് കണ്ണൂർ സമർപ്പിക്കുന്നുണ്ട്. അതും സംബന്ധിച്ച ഒരു തീരുമാനങ്ങൾ കൂടി ഇന്ന് വരാനുണ്ട്. ഏതായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും തുടരുന്നു. അത് നേരത്തെ മന്ത്രിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിച്ചതുമായും അതുപോലെ തന്നെ മന്ത്രി പുലർച്ചെ 4 മണിക്ക് തന്നെ ആശുപത്രി വിട്ടതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ സജീവമാവുന്നത്. ഏതായാലും ഈ ചർച്ച അവസാനിക്കുന്നില്ല, തുടർ ചർച്ചകൾ ഇത്തരത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. അത് ആരോപണങ്ങൾ ഒരു ഭാഗത്ത് വരുമ്പോൾ പ്രത്യാരോപണങ്ങളായി മറുഭാഗത്തു നിന്നും അതിനുള്ള വിശദീകരണം വരുന്ന സാഹചര്യമാണ്. എന്തായാലും മന്ത്രി വീണ ജോർജ് പുലർച്ചെ 4 മണിക്ക് തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും ആശുപത്രി വിട്ടിട്ടുണ്ട്. ഔദ്യോഗിക വാഹനത്തിലാണ് മന്ത്രി ഇവിടെ നിന്നും പുറപ്പോയത്. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയാൽ തിരുവനന്തപുരത്ത് തുടർ ചികിത്സ ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കും. ഏതായാലും പത്തനംതിട്ടയിലെ വസതിയിൽ കൂടി അവർ പോകുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഉച്ചയോടുകൂടി തന്നെ മന്ത്രി തിരുവനന്തപുരത്ത് എത്തും. രഞ്ജിത്ത്, വിനോദ് കൂടെ ഉണ്ട്. വിനോദ്, റെയിൽവേയുടെ ഒരു സമാന്തരമായ അന്വേഷണമുണ്ട്. 56ഓളം CCTVകൾ ഈ സ്റ്റേഷനിലുണ്ട്. ഈ ദൃശ്യങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ട്. മർദ്ദനം നടന്നിട്ടുണ്ടോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പോലീസ് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. റെയിൽവേ അതിനുള്ള ശ്രമത്തിലാണ്. ഡോക്ടർമാരുടെ മൊഴി എടുത്തിട്ടുണ്ട്, ഗൺമാന്റെ മൊഴി എടുത്തിട്ടുണ്ട്. മറ്റ് അന്വേഷണ വിവരങ്ങൾ എന്തൊക്കെയാണ്? പക്ഷേ മന്ത്രിക്ക് അടുത്തേക്ക് ആക്രോശത്തോടെ പോകുന്നു. അങ്ങനെയുള്ളൊരു സമരരീതി സാധാരണ നിലയിലുള്ളതല്ല. വാഹനത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പൊതുവേദികളിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ കരിങ്കടി പ്രതിഷേധം ഉണ്ടാകുന്നത്. പക്ഷേ ഒരാൾ നടന്നു പോകുമ്പോൾ അവരുടെ അടുത്തേക്ക് എത്തുക എന്നത് സ്വാഭാവികമായും അവർക്ക് ചിലർക്കെങ്കിലും അതിൽ അസ്വസ്ഥത ഉണ്ടാകും. മന്ത്രി ഇന്നലെ അങ്ങനെ അത് ഒരു പ്രകോപിതയായി പെരുമാറുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. പക്ഷേ സമരക്കാരെങ്കിലും മന്ത്രിയുടെ അടുത്ത് എത്തുന്ന അല്ലെങ്കിൽ മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതിൽ സമരക്കാരിൽ ഒരാൾ ധരിച്ചിരുന്ന വസ്ത്രവും മന്ത്രിയുടെ ഗൺമാൻ ധരിച്ചിരുന്ന വസ്ത്രവും ഏതാണ്ട് ഒരേ നിറമാണ്. ആ ഗൺമാൻ്റെ കൈയാണ് മന്ത്രിയുടെ സമീപത്തോടു കൂടി പോകുന്നത് എന്ന തരത്തിലാണ് ഇപ്പോൾ UDF കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ നൽകുന്നൊരു വിശദീകരണം. മാത്രമല്ല ഈ KSU പ്രവർത്തകരെ പോലീസ് പിടികൂടി കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടു. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടാവുകയാണ്, രാഷ്ട്രീയ പോര് ഉണ്ടാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി മോഹൻലാൽ നടത്തിയ അഭിമുഖവും അതിനു മുൻപ് ഉമ്മൻചാണ്ടി ഇത്തരത്തിൽ അഭിമുഖവും നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സമയത്താണ് പൊടുന്നനെ ഇങ്ങനെ ഒരു വിഷയം വരുന്നത്. ആ വിഷയത്തിലേക്ക് പെട്ടെന്ന് മാറുകയും ഒരു വനിതാ മന്ത്രിയെ ഇങ്ങനെ വഴിയിൽ ആക്രമിക്കുകയും ചെയ്തു എന്ന നിലയിൽ CPMൻ്റെ പോഷക സംഘടനകൾ, യുവജന സംഘടനകളൊക്കെ തന്നെ തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. VD സതീശൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരുന്ന ബോർഡുകളും ഫ്ലക്സുകളും ഒക്കെ തന്നെ നശിപ്പിക്കുന്ന നിലയിലേക്ക് പോയി. തിരിച്ചും ആ തരത്തിൽ KSRTC ബസ്സിൽ പതിച്ചിരുന്ന സർക്കാരിൻ്റെ പരസ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ചിത്രത്തിലടക്കം കരിയോല ഒഴിക്കുന്ന തരത്തിലേക്ക് UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ചില പ്രവൃത്തികളുണ്ടായി. അങ്ങനെ വലിയ സംഘർഷഭരിതമായ ചില ദിനങ്ങളാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഏതായാലും മന്ത്രി ആശുപത്രി വിട്ടിരിക്കുന്നു. ഇനി റെയിൽവേ പോലീസിൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ. കാരണം അവരുടെ അധികാര പരിധിയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് KSU പ്രവർത്തകർക്കെതിരെ. അതിനപ്പുറത്തേക്ക് ഈ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ മന്ത്രിയെ ആക്രമിച്ചോ, മന്ത്രിയുടെ ഈ പോലീസ് വ്യൂഹത്തിനുള്ളിലേക്ക് KSU പ്രവർത്തകരിൽ ആരെങ്കിലും ഒരാൾ കടന്നു കയറിയോ, മന്ത്രി ആക്രമിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയുള്ള ദൃശ്യങ്ങൾ വരുമ്പോൾ അതിൽ കൂടുതൽ വ്യക്തത വരും. രഞ്ജിത്ത്, ശരി. വിനോദ, കോഴിക്കോട് KSU ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലന്റെ വീടിന് നേരെ ബോംബേറുണ്ടായി. വടകര തോടന്നൂരിലെ വീടിന് നേരെയാണ് ആക്രമണം. മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ബിദുൽ ബാലൻ ഇപ്പോൾ റിമാൻഡിലാണ്. MS അനീഷ് കുമാർ. അനീഷ്, ദൃശ്യങ്ങളിൽ ചില ആളുകളെയൊക്കെ കാണാം. ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അറസ്റ്റ് മറ്റോ രേഖപ്പെടുത്തിയിട്ടുണ്ടോ?
അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല. പോലീസ് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് അദ്ദേഹത്തിന്റെ വടകര തോടന്നൂരിലെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. മുഖം മറച്ചെത്തിയ രണ്ടുപേരാണ് വീടിനെതിരെ ആക്രമണം നടത്തിയതെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇരുവരും ഗേറ്റിന് മുൻവശത്ത് അല്പനേരം നിന്ന ശേഷം കയ്യിലുണ്ടായിരുന്ന ബോംബ് ആ വീടിന് നേരെ എറിയുകയായിരുന്നു. ആക്രമണത്തിൽ വീടിന്റെ ജനൽച്ചില്ലകൾ തകർന്നിട്ടുണ്ട്. ഒപ്പം വീടിന്റെ മുൻഭാഗത്തും കേടുപാടുകൾ ഉണ്ടായിരുന്നു. ഈ ബോംബ് എറിയുന്ന സമയത്ത് അച്ഛനും അമ്മയും ഇതിന്റെ അച്ഛനും അമ്മയും വീടിനകത്ത് ഉണ്ടായിരുന്നു. എന്തായാലും വീടിനകത്തേക്ക് ഈ ബോംബ് പ്രവേശിക്കുക അല്ലെങ്കിൽ മറ്റ് എറിഞ്ഞതിന്റെ അവശിഷ്ടങ്ങൾ വീടിനുള്ളിൽ ജനലിൽ കൂടെ പോവുകയോ ഒന്നും ചെയ്യാതിരുന്നതിനാൽ വലിയൊരു അപകടം ഒഴിവായി കഴിഞ്ഞിരിക്കുന്നു. KSU പ്രവർത്തകരടക്കം സ്ഥലത്തെത്തി. കോൺഗ്രസ് നേതാക്കളും രാവിലെ തന്നെ പുലർച്ചെ തന്നെ സ്ഥലത്തെത്തുകയും പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. ഇന്ന് പ്രദേശത്ത് രാവിലെ ഇപ്പോൾ ഉച്ചവരെ ഹർത്താൽ ആചരിക്കാനും കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്. ശരി, ഇടവേള. അഭിപ്രായത്തിൽ ഇത് പിൽക്കാലത്ത് നടക്കുകയാണ്. കൊല്ലത്ത് യോഗം നടക്കുമ്പോൾ ഇരവിപുരം സീറ്റുമായി ബന്ധപ്പെട്ടുള്ള തർക്കം അവിടെ വലിയ തോതിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട RSP 2 വിഭാഗമായി മാറിയിട്ടുണ്ട്. കൊല്ലത്ത് 3 മണ്ഡലങ്ങളാണ്: ചവറ, ഒപ്പം കുന്നത്തൂർ, കൂടാതെ ഇരവിപുരം. ഇവിടെ കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരും ചവറയിൽ ഷിബു ബേബി ജോണും മത്സരിക്കുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ഇരവിപുരത്ത് NK പ്രേമേന്ദ്രന്റെ മകനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം ഉന്നയിച്ചിട്ടുണ്ട്. പ്രേമേന്ദ്രനും ഇതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ജില്ലാ കൗൺസിലിൽ അടക്കം ഈ വിഷയത്തിൽ തീരുമാനമായിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ ചില RYF നേതാക്കളെയാണ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനീഷ് വിവരങ്ങളുമായി ചേരും. വിനീഷ്, രണ്ടായി ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്ന RSP ആണ് നമ്മൾ കാണുന്നത്. പ്രേമേന്ദ്രൻ കൂടി ഈ വിഷയത്തിൽ മകനെ മത്സരിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണോ? RSPയുടെ ആക്ടിംഗ് സെക്രട്ടറി അടക്കം ഇതിനോട് യോജിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അസീസ് അടക്കം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോ നിലവില് അവസാന പട്ടികയിൽ 2 പേരുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അഡ്വക്കേറ്റ് MS ഗോപകുമാർ, അതുപോലെ തന്നെ കാർത്തിക് പ്രേമചന്ദ്രന്റെ മകനാണ്. നിലവില് അഡ്വക്കേറ്റ് MS ഗോപകുമാറിനെ അനുകൂലിച്ച് ഒരു വിഭാഗം രംഗത്തുണ്ട്. അതുപോലെ തന്നെ ഈ പ്രേമചന്ദ്രന്റെ മകനെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അടക്കം രംഗത്തുള്ള സാഹചര്യമുണ്ട്. അപ്പൊ എന്തായാലും ഇത് നിലവിൽ ഈ ഒരു പ്രശ്നത്തിൽ ഒരു തീരുമാനമാകാത്തതിനെ തുടർന്നാണ് ഇന്ന് നടക്കുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ ഇതിന്റെ ഒരു അന്തിമ തീരുമാനം ആയി മാറുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതിൽ ആര് മത്സരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഈ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഒരു തീരുമാനമാകും. അതുപോലെ തന്നെ ഇരവിപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയാണ് കൗൺസിൽ യോഗത്തിലും നേരത്തെ തീരുമാനമായിരുന്നില്ല. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കെല്ലാം വേദിയായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അന്തിമ തീരുമാനത്തിനായി സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഈ ഒരു വിഷയം വിട്ടത്. മണ്ഡലത്തിൽ തന്നെ കമ്മിറ്റിയിൽ, അവരുടെ മണ്ഡലം കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് അടക്കം നടത്തിയിരുന്നു. അതിൽ മണ്ഡലം സെക്രട്ടറി, RSPയുടെ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന N നൌഷാദിന് വലിയ മുൻതൂക്കമൊക്കെ ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നൊന്നും അങ്ങോട്ട് നൌഷാദിന്റെ പേരുകളൊന്നും തന്നെ ഉയർന്നു വന്ന സാഹചര്യവും ഇല്ലായിരുന്നു. എന്നാലും ഇപ്പോൾ അന്തിമ പട്ടികയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 പേരുകളാണുള്ളത്, ഗോപകുമാറിന്റെയും കാർത്തിക് പ്രേമചന്ദ്രന്റെയും. അപ്പോൾ ഇവരിൽ ആര് മത്സരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് ഒരു ധാരണയാവും. രഞ്ജിത്ത്. ശരി. കേരള സ്റ്റോറി 2വിന്റെ റിലീസ് വിലക്കിയതിനെതിരെ നിർമ്മാതാക്കൾ സമർപ്പിച്ച ഹർജി ഉത്തരവിനായി മാറ്റി. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് നിമിഷവും വരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഒരുപക്ഷെ കോടതി ആദ്യം ചേരുമ്പോൾ ആദ്യം തന്നെ ഈ വിഷയം പരിഗണിച്ചേക്കാമെന്നാണ് മനസ്സിലാകുന്നത്. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് നിർമ്മാതാക്കൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. രാത്രി വൈകിയും കോടതിയിൽ വാദം തുടർന്നിരുന്നു. സെൻസർ ബോർഡിനെ ചോദ്യം ചെയ്യാൻ സിംഗിൾ ബെഞ്ചിന് അധികാരമില്ലെന്നാണ് നിർമ്മാതാക്കളടക്കം വാദിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനം. നമുക്ക് 9 മണി വാർത്ത പൂർത്തിയാക്കാനുള്ള സമയമാണ്. ഇനിയിപ്പോൾ ന്യൂസ് ട്രെൻഡ്സ് KP അഭിലാഷ് ചേരും സമഗ്രമായ വാർത്തകളുമായി. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.